നമുക്ക് എല്ലാവർക്കും കാശ് വേണമല്ലേ? പണം. പണത്തിന് ആവശ്യമില്ലാത്ത ആരുമില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കാശ് വേണം. പക്ഷെ നമ്മൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ, ചില ആൾക്കാര് എത്ര ഏൺ ചെയ്താലും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ചില ആൾക്കാർ എത്ര ഏൺ ചെയ്താലും, കുറേ ഏൺ ചെയ്താലും ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അവർക്ക് ഇനിയും വേണം എന്നുള്ളൊരു തോന്നലായിരിക്കും, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അതിന്റെ റീസൺ എന്താന്ന് എപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? ഇത് ഹിന്ദു ഫിലോസഫി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 3 ഗുണങ്ങളാണ് ഉള്ളത്, അതായത് 3 ക്വാളിറ്റി. എല്ലാ കാര്യങ്ങളും 3 ക്വാളിറ്റി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെയാണ് സാത്വിക്, രണ്ടാമത്തെ രാജസിക്, മൂന്നാമത്തെയാണ് തമസിക്. അപ്പം ഇന്ന് നമുക്ക് 3 ഗുണാസ് ഓഫ് മണി, അതായത് 3 ഗുണാസ് ഓഫ് വെൽത്ത് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പഠിച്ച് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യമാണ് സാത്വിക് ഫുഡ്. നമ്മൾ സാത്വിക് ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സാത്വിക് വെൽത്ത്, അത് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് വെൽത്ത് ആണ്. അതായത് നമ്മളത് ഏൺ ചെയ്യുമ്പം, ആ ഒരു കാശ്, ആ ഒരു വെൽത്ത് നമ്മൾ സമ്പാദിക്കുമ്പം, നമ്മൾ നേരായ വഴിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഓണസ്റ്റ് ആയി ധാർമ്മിക് രീതിയിൽ, അതായത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഏൺ ചെയ്യുന്ന കാശാണ്. അത് മാത്രമല്ല, അത് സ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ നല്ല ഒരു കോസിന് വേണ്ടിയായിരിക്കും സ്പെൻഡ് ചെയ്യണം. നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും, നമ്മൾ ചാരിറ്റി ചെയ്യും, നമ്മൾ ഡൊണേഷൻ ചെയ്യും. അത് അനാവശ്യമായിട്ട് പറയില്ലേ, ദൂർത്തടിച്ച് കളയുക, അങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പം അതാണ് നമ്മുടെ സാത്വിക് വെൽത്ത്. അപ്പം രണ്ടാമത്തെയാണ് രജസിക്. രജസിക് അതായത് നമ്മുടെ പാഷൻ ഇല്ലെങ്കിൽ എംബിഷൻ, അത് കാരണം അല്ലെങ്കിൽ അതിന്റെ ത്രൂ ജനറേറ്റ് ചെയ്യുന്ന കാശ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അതും കൂടി ചെയ്യാം, ട്രെൻഡിങ് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഏൺ ചെയ്യാൻ നോക്കുന്നതാണ് രജസിക്. അതും ഹാർഡ് വർക്ക് കാരണം തന്നെ നമുക്ക് ആ ഒരു മണി ഏൺ ചെയ്യാൻ പറ്റാം. പക്ഷേ അത് പ്യുവർ അല്ല, ബിക്കോസ് someone is doing that, you also want to do that എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പം ആ ഒരു കാശ് നമ്മുടെ മെയിൻ ഇൻകം ആവണമെന്നില്ല, അല്ലെ? ആ ഒരു വെൽത്ത്, ആ ഒരു ഇൻകം സ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ നോബൽ കോസ് അല്ലെങ്കിൽ നല്ല കാര്യത്തിൽ സ്പെൻഡ് ചെയ്യണമെന്നില്ല, ബിക്കോസ് നമുക്കത് എക്സ്ട്രാ വരുന്ന കാശാണ്. അപ്പൊ നമ്മൾ ചിലപ്പം അത് ലക്ഷറി ഗുഡ്സ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സ്പെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാവാം. നോർമൽ രീതിയിൽ നിന്ന് മാറിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് രജസിക് വെൽത്ത് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെയാണ് തമസിക്. തമസിക് അതായത് നേരായ വഴിയിൽ ഉണ്ടാക്കിയ കാശല്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡീൽ നടന്നു, ഒരു പ്രോപ്പർട്ടി ഡീൽ നടന്നു. അത് നമ്മൾ സത്യസന്ധതയോട് കൂടിയല്ല, അതൊരു ഓണസ്റ്റി വെച്ചിട്ടല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ മാർജിൻ വെച്ചോ, ഇല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ നുണ പറഞ്ഞ് കുറച്ചിങ്ങനെ പറ്റിച്ച് നമ്മൾ ഉണ്ടാക്കിയ കാശായിരിക്കും തമസിക്. അപ്പം അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ തമസിക് വരുന്ന കാശ് എപ്പോഴും നമുക്ക് ഒരു നൈറ്റ് മെയർ അല്ലെങ്കിൽ ബാഡ് ഡ്രീം പോലെ ആയിരിക്കും. ഒരിക്കലും അതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ബിക്കോസ് നമുക്ക് മനസ്സിലറിയാം അത് നമ്മൾ ഉണ്ടാക്കിയ കാശ് നല്ല രീതി ആയിരുന്നില്ല. ഓൾസോ അത് ചില കേസിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കാശ് അങ്ങനെ പെട്ടെന്ന് പോകും. ശരിക്കും നമ്മൾ ഏൺ ചെയ്യുന്ന കാശ്, ഇപ്പം ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും, അത് ഏത് രീതിയിലാണ് നമ്മൾ ഏൺ ചെയ്യണമെന്ന് നോക്കണം. പ്ലസ് ഇതെല്ലാം ഇറ്റ് ഡിപ്പെൻഡ്സ് വാട്ട് കൈൻഡ് ഓഫ് വെൽത്ത് ആർ വി അട്രാക്ടിങ്. സാത്വിക് ആണോ, രജസിക് ആണോ, തമസിക് ആണോ, അത് ഡിറ്റർമൈൻസ് നമ്മൾ ആ കാശ് എങ്ങനെ യൂസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു വലിയ യൂട്യൂബർ ഉണ്ട്. ഓക്കെ, ആ യൂട്യൂബർ കാശ് ഉണ്ടാക്കുന്നത്, ഇപ്പം യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുമ്പം, ആ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാശ് കിട്ടുമ്പോഴും ആ കാശ് നമ്മൾ എങ്ങനെയാണ് ഈ നെക്സ്റ്റ് ലെവൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം മേ ബി വേറെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെന്റ് പേ ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ സെയിം ഇൻകത്തിൽ നിന്ന് വരുന്ന, സെയിം സോഴ്സിൽ നിന്ന് വരുന്ന ഇൻകം, അത് സാത്വിക് ആണ്. പക്ഷെ സെയിം ആ ഒരു യൂട്യൂബർ, ആ ഒരു ഇൻഫ്ലുവൻസർ, ഇപ്പം ലെറ്റ്സ് സേ ഭയങ്കര എന്താ പറയാ, ട്രെൻഡിങ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ ഇപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഇടുന്നതൊക്കെ ഞാനും കൂടി ഇട്ട് നോക്കാം, ഇല്ലെങ്കിൽ എനിക്ക് ഇടണം എന്ന് പറഞ്ഞ് ഭയങ്കര ഫോഴ്സ്ഫുള്ളി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ തംബ്നെയിൽ ഇല്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഒക്കെ എടുക്കുമ്പം എപ്പോഴും എത്ര വ്യൂസ് വന്നു, എത്ര ലൈക്സ് വന്നു, ലൈക്ക് ഭയങ്കര ഒരു സെൽഫിഷ് മോട്ടീവ് വെച്ചിട്ട് മണി ഉണ്ടാക്കുവാണെങ്കിൽ അത് രജസിക്കാണ്. ശരിക്കും ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്നത് സാത്വിക് വെൽത്ത് ആണ്. അപ്പം ദാറ്റ് ബ്രിങ്സ് അസ് സെൻസ് ഓഫ് ഹാപ്പിനെസ്, പീസ്ഫുൾ. ആൻഡ് ഏറ്റവും നമ്മളെ എന്താ പറയുക,
അൺകംഫർട്ടബിൾ ആക്കുന്നത് നമ്മുടെ തമസിക് വെൽത്താണ്. അപ്പം ശരിക്ക് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, ഡു ഐ ഫീൽ പീസ്ഫുൾ വെൻ ഐ സ്പെൻഡ് മൈ മണി ഓർ ഗിൽറ്റി? അതായത് നമ്മൾ ഒരു കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ, നമ്മൾ ഉണ്ടാക്കിയ കാശ് സ്പെൻഡ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണോ അതോ ഒരു വിഷമാണോ അത് സ്പെൻഡ് ആയി പോയല്ലോ എന്നുള്ളത്. അപ്പൊ അത് അതിന്റെ ആൻസർ ഇപ്പം സന്തോഷമാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് സാത്വിക് മണിയായിരുന്നു. അത് നമുക്കൊരു വിഷമാണ്, ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് സാത്വിക് ആയിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആം ഐ ചേസിങ് മണി എൻഡ്ലെസ്ലി വിതൗട്ട് സാറ്റിസ്ഫാക്ഷൻ? അതിന്റെ അർത്ഥം നമ്മൾ ഏൺ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും മതിയാകുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാത്വിക് മണി അല്ല. നമ്മുടെ സാത്വിക് മാറിയത് രജസിക് തമസിക് ആയിപ്പോയി. മൂന്നാമത്തെയാണ്, ആം ഐ ഏർണിംഗ് ആൻഡ് സ്പെൻഡിങ് ഇൻ വേസ് ദാറ്റ് അപ്ലിഫ്റ്റ് മീ ആൻഡ് അതേഴ്സ്? അതായത് ഞാൻ ഏൺ ചെയ്യുന്നത് എന്നെയും എന്റെ കൂടെയുള്ള ആൾക്കാരെയും ബെറ്റർ ആക്കാൻ വേണ്ടിയാണോ എന്നുള്ളൊരു തോന്നൽ. അപ്പം അതിന്റെ അർത്ഥം നമുക്ക് ഏൺ ചെയ്യുന്ന കാശ് നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ, ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് സാത്വിക് മണിയാണ്. അത് തമസിക്കോ രജസിക്കോ ആയിരിക്കില്ല. നമുക്ക് തമസിക് രീതിയിൽ അല്ലെങ്കിൽ രജസിക് രീതിയിൽ ഏൺ ചെയ്ത മണി നമുക്ക് ഒരിക്കലും ആരോടും ഷെയർ ചെയ്യാൻ തോന്നില്ല. ബിക്കോസ് നമുക്ക് ഇനിയും വേണം എന്നുള്ളൊരു തോന്നലായിരിക്കും. സോ ശരിക്കും ഇതിന് നമുക്ക് കുറെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ വെൽത്തിനെ പറ്റി പറയുമ്പം ഒരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ ഒരു കോൺസെപ്റ്റാണ്. അപ്പം നമ്മള് കാശ്, അതായത് ഇൻകം ചൂസ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് നോക്കി ആലോചിച്ചിട്ട് അതിന്റെ സോഴ്സ്, അതിന്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്യാം. രണ്ടാമത്തത്, നമ്മൾ ഏൺ ചെയ്യുന്നത്, ഇപ്പം ചില ആൾക്കാർ പറയും മണി ഈസ് ജസ്റ്റ് എ നമ്പർ ബാങ്ക് അക്കൗണ്ടിൽ. പക്ഷെ അതല്ല. ശരിക്കും മണി ഹാസ് ഒരു എനർജി. ആ ഒരു എനർജി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ മണി വേറെ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ ആ എനർജി ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം മണി ആക്ച്വലി ഹാസ് എനർജി. നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് സ്പെൻഡ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ, നമുക്ക് എപ്പോഴും നമ്മൾ എത്ര ഏൺ ചെയ്താലും അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ ചാരിറ്റി അല്ലെങ്കിൽ ഡൊണേഷന് വേണ്ടി മാറ്റി വെക്കണം. ബിക്കോസ് നമ്മൾ ഇത്രയും ഏൺ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത്രയും കേപ്പബിൾ ആണ്, അത് നമ്മൾ വെറുതെ കളയാൻ പാടില്ല. പിന്നെ നാലാമത്തെ, പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ് ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് എൻഡ്ലെസ്ലി ബിഹൈൻഡ് മോർ. അതായത് നമ്മൾ എത്ര നമുക്ക് കിട്ടി എന്നുള്ള ഒരു സന്തോഷം, ഇല്ലെങ്കിൽ ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇത്രയും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു താങ്ക്ഫുൾനെസ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അത് നമ്മൾ കാണിക്കാം. അപ്പം ഇതായിരുന്നു മണി, അതായത് വെൽത്തിന്റെ 3 ഗുണാസ്. ഇത് നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് എംഫസൈസ് ചെയ്ത കോൺസെപ്റ്റ്സ് ആണ്. ഇപ്പം ഹിന്ദു ഫിലോസഫിയിൽ എന്ത് കാര്യം നമ്മൾ എടുത്താലും ഈ 3 ഗുണാസ് ആണ് എപ്പോഴും എടുത്ത് കാണുന്നത്. ഈ 3 കാറ്റഗറിയിലാണ് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഈ മണി, വെൽത്തും നമുക്ക് ആലോചിച്ച് ഏൺ ചെയ്യണം ആൻഡ് ആലോചിച്ച് ചെലവാക്കണം. ഭയങ്കര സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇതെന്ന് ഇവിടെ വന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.